ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCകളിലേക്ക് ചോദിക്കുന്ന, എസ്പെഷ്യലി ഡ്രൈവർ എക്സാംസിനൊക്കെ ചോദിക്കുന്ന സിലബസ്, അതിലെ ജോഗ്രഫി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അവിടെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എങ്ങനെയാണ്, ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രം എങ്ങനെയാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കണ്ടന്റുകൾ, അതുപോലെ തന്നെ സിലബസ് ബേസ് ചെയ്ത് വരുന്ന SCERT ടെക്സ്റ്റുകൾ ഏതൊക്കെയാണ് നോക്കേണ്ടത്, ഏത് ക്ലാസ്സിലേക്കാണ് നോക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ഒക്കെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. നമുക്ക് മാർക്ക് നോക്കും 4 മാർക്കിൻ്റെ ഉള്ളൂ, സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഒത്തിരി പഠിക്കാനുണ്ട് അല്ലേ. അപ്പം നമുക്കറിയാം ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെയാണ് ഭൂമിശാസ്ത്രം. ഭൂമിശാസ്ത്രം എടുത്ത് നോക്കിയാലും നമുക്ക് ഇന്ത്യൻ ഭൂമിശാസ്ത്രം, കേരള ഭൂമിശാസ്ത്രം, ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ, ഇങ്ങനെ നമുക്ക് ഒത്തിരി അധികം അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ജോഗ്രഫി ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 4 മാർക്കിൻ്റെയാണ് പഠിക്കുന്നത് അല്ലേ, 4 മാർക്കിൻ്റെയാണ് നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് 3 ആയിട്ടാണ് ഭൂമിശാസ്ത്രം തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ തൊട്ട് ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂമിശാസ്ത്രം. ഇന്ത്യൻ ഭൂമിശാസ്ത്രം എടുത്തു പറയേണ്ടതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതുപോലെ തന്നെ കേരള ഭൂമിശാസ്ത്രം. കേരള ഭൂമിശാസ്ത്രം. ഇങ്ങനെ 3 രീതിയിൽ തിരിച്ചാണ് നമ്മൾ ഭൂമിശാസ്ത്രം പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കേ, എന്താണ് ഭൂമിശാസ്ത്രത്തിന്റെ ഫസ്റ്റ് നിങ്ങൾ എവിടെ എന്താണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ്. അവിടെ ഭൂമിയുടെ ഘടന എന്താണ്, നമുക്കറിയാം ക്രസ്റ്റ്, കോർ, മാന്റിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഒക്കെ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷം, അതുപോലെ തന്നെ പാറകള്, അതുപോലെ തന്നെ ഭൗമോപരിതലം, അന്തരീക്ഷം, മർദ്ദം, കാറ്റ്, താപനില, ഋതുക്കള്, അതുപോലെ തന്നെ ആഗോള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആഗോള താപനം, അതുപോലെ തന്നെ വിവിധ തരം മലിനീകരണങ്ങൾ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒന്നാണ് മാപ്പുകൾ. അതായത് വിവിധ തരം മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ അല്ലെ, സിമ്പിൾസുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ വിദൂര സംവേദനം, അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സമുദ്രങ്ങൾ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്നതാണ് സമുദ്രങ്ങൾ, അതുപോലെ തന്നെ സമുദ്ര ചലനങ്ങൾ, അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ, അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ PSCയിൽ നിരന്തരം ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഭൂമിയുടെ ഘടന, അതുപോലെ തന്നെ പാറകൾ, അന്തരീക്ഷം, നമുക്കറിയാം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചു കണ്ടേക്കുന്നതാണ്, റിപ്പീറ്റ് അടിച്ച് ചോദിച്ചു കണ്ടേക്കുന്നതാണ് പല എക്സാംസിലും. അതുപോലെ തന്നെ മാപ്പുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വിവര സംവിധാനം, മഹാസമുദ്രങ്ങള്, കാറ്റുകള്, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് ഡ്രൈവർ പരീക്ഷയിലേക്ക് ഒത്തിരി റിപ്പീറ്റ് അടിച്ച് ചോദിച്ച് കണ്ടേക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ്. അവിടെ നമ്മൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി, ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങള്, അവയുടെ സവിശേഷതകള്, അതുപോലെ തന്നെ ഉത്തരപർവ്വത മേഖല, ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് അവിടെ പഠിക്കണം. അതുപോലെ തന്നെ നദികൾ, ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന നദികൾ ഏതൊക്കെ, അതുപോലെ തന്നെ ഉത്തരമഹാസമതലം. ഈ ഉത്തരമഹാസമതലവും ഉത്തരപർവ്വത മേഖലയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി, അതുപോലെ തന്നെ തീരദേശം, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാലാവസ്ഥ, അതുപോലെ തന്നെ കൃഷി, ധാതുക്കളും വ്യവസായങ്ങളും. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ കുറച്ച് എന്താണ് റിലേറ്റ് ചെയ്തിട്ട് ധാതുക്കളും വ്യവസായങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സ് ലെവൽ നമ്മൾ ഇവിടെ പഠിച്ചു പോകണം. കാരണം ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടേക്കുന്നത് ഈ റേറ്റ് ഓഫ്, അതായത് കറണ്ട് അഫയേഴ്സ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചു കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകൾ, അതുപോലെ തന്നെ റോഡ്, ജലഗതാഗതം, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ, അതുപോലെ തന്നെ കനാൽ സംവിധാനങ്ങൾ, നമ്മൾ NH എന്നൊക്കെ നമ്മൾ നാഷണൽ ഹൈവേ, അതുപോലെ തന്നെ സംവിധാനം, ജലഗതാഗതം, ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിവിടെ പഠിച്ചു വയ്ക്കണം. കാരണം ഈ ജലഗതാഗതവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടേക്കുന്നതാണ്. വ്യോമഗതാഗത സംവിധാനങ്ങൾ, റോഡ്, ഇതിൻ്റെയൊക്കെ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചു കണ്ടേക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കേരളം. 3ാമത്തെ പാർട്ടാണ്. ഇവിടെയും നമ്മൾ ആസ് യൂഷ്വൽ ഭൂപ്രകൃതി, കേരളത്തിന്റെ ഭൂപ്രകൃതി എന്താണ്, അതുപോലെ തന്നെ ഓരോ ജില്ലകളുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കേരളത്തിലെ നദികള്, അവയിലെ പ്രധാനപ്പെട്ട ഡാമുകൾ ഏതൊക്കെയാണ്, ഇതിനെ റിലേറ്റ് ചെയ്തായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുക. നദികളുമായിട്ട് റിലേറ്റ് ചെയ്ത ഡാമുകൾ, അതുപോലെ തന്നെ ജലസേചന പദ്ധതികൾ.
ജലസേചന പദ്ധതികൾ, ഇതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്, ഇതൊക്കെ നമ്മൾ അവിടെ ചോദിക്കും. അതുപോലെ തന്നെ കാലാവസ്ഥ, അതുപോലെ തന്നെ സ്വാഭാവിക സസ്യപ്രകൃതി ഏതൊക്കെയാണ്, അതുപോലെ തന്നെ വന്യജീവിയുമായിട്ട് ബന്ധപ്പെട്ട് വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങൾ, വന്യജീവി സംരക്ഷണ കേന്ദ്രം, അതുപോലെ തന്നെ കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ധാതുക്കളും വ്യവസായങ്ങളും, കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത ധാതുക്കളും വ്യവസായവും. ഇവിടെ നമ്മൾ കുറച്ച് കറന്റ് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കി പഠിക്കണം. ഇനി അതുപോലെ തന്നെ ഊർജ്ജ സ്രോതസ്സുകൾ, റോഡ്, ജലം, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ് ഇവിടെ പഠിക്കേണ്ട ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കറിയാം പെരിയാർ വന്യജീവി സങ്കേതം, അങ്ങനെ റിലേറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ വരുന്ന കാലാവസ്ഥ എന്തൊക്കെയാണ്, ആ ഒരു ഏരിയയും നമ്മളവിടെ പഠിക്കണം. കാലാവസ്ഥ, അതുപോലെ തന്നെ ധാതുക്കള്, ധാതു സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ നമ്മളിവിടെ പഠിച്ചു പോകേണ്ട ഒരു ഏരിയ ആണ്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സോഴ്സ് മെയിനായിട്ട് ഇപ്പം മിക്കവാറും PSCയിൽ ഡ്രൈവറിനായാലും മറ്റ് എക്സാംസിനൊക്കെ ആയാലും PSC ഏറ്റവും പ്രായമായിട്ട് എടുക്കുന്നത് SCERT ടെക്സ്റ്റുകളാണ് എടുക്കുന്നത്. SCERT ടെക്സ്റ്റുകൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം ആദ്യമേ പഠിക്കുന്നവരാണ്, ചിലവർക്കൊക്കെ ഏജ് ഗ്യാപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പഠിക്കാനിരിക്കുന്നവരുണ്ടാകും. അപ്പോൾ അവർക്കൊരു ബേസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് മറ്റു വിഷയങ്ങൾ പഠിച്ചു പോകുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ജോഗ്രഫിയോ അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ പഠിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സയൻസ് സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ സയൻസിന്റെ ബേസ് കുറവായിരിക്കും. അപ്പോൾ ബേസ് തൊട്ടേ പഠിക്കാനായിട്ട് 5ാം ക്ലാസ് തൊട്ടുള്ള SCERT ടെക്സ്റ്റുകൾ എടുക്കുക. മലയാളം ടെക്സ്റ്റുകളാണ് അവിടെ മെയിൻ ആയിട്ട് നോക്കി പോകേണ്ടത്. അപ്പോൾ ഒരു ബേസ് തൊട്ട് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അത് ഏതാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഡ്രൈവറിന്റെ ഒരു കോംബോ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ന്യൂ ബാച്ചാണ്. ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകളുണ്ട്, വീക്കിലി ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മെന്റർഷിപ്പ് ഉണ്ട്. മെന്ററിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളവിടെ പഠിച്ചു പോകുന്നത്. ടെക്നിക്കലി സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസുകൾ, PDF നോട്ട്സുകൾ, അതുപോലെ തന്നെ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, അങ്ങനെ ഫുള്ളി സിലബസ് ബേസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ക്രാഷ് ബാച്ച് ആണെങ്കിൽ അത്രയും കുറവേ നമുക്ക് കിട്ടുള്ളൂ ഒന്നും വിചാരിക്കേണ്ട. നമുക്ക് ഫുള്ളി സിലബസ് കവർ ചെയ്ത് ഫുള്ളി നമുക്ക് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. നമുക്കറിയാം നമുക്ക് സമയം വിലപ്പെട്ടതാണ്, നമുക്കൊന്നും സമയവും കളയാനില്ല. അപ്പോൾ നമ്മൾ കിട്ടുന്ന ചാൻസസുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8590202323 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കോംബോ ബാച്ചാണ്, ഡ്രൈവർ കോംബോ ബാച്ച്. അപ്പോൾ നമുക്ക് അവസരങ്ങൾ പാഴാക്കരുത്. പുതിയ ബാച്ചാണ്, പുതിയതായിട്ട് നമുക്ക് 1 തൊട്ടേ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനി നമുക്ക് SCERT ടെക്സ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. നമ്മൾ ബേസിന് 5ാം ക്ലാസ് തൊട്ടുള്ളതേ പഠിക്കണം. അപ്പോൾ നമ്മൾ ജോഗ്രഫി നോക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ ഒരൊറ്റ ചാപ്റ്റർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ക്ലാസ് 5ലെ 5ാം ചാപ്റ്റർ, ചാപ്റ്റർ 5 വരയ്ക്കാം വായിക്കാം. ഇത് നമ്മൾ ഭൂപടവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഭൂപടങ്ങൾ വരയ്ക്കുന്നത് എങ്ങനെ, അതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ എങ്ങനെയാണ് എന്നുള്ള അതാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. ബേസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് 6ാം ക്ലാസ് ആണ്. 6ാം ക്ലാസ്സിൽ 3ാമത്തെ ചാപ്റ്റർ ആണ്. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ മണ്ണും മഴയും മനുഷ്യനും, അതായത് കേരളത്തിന്റെ ആ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്, അതുപോലെ തന്നെ മണ്ണിന്റെ ആ ഒരു ഭൂപ്രകൃതി എന്തൊക്കെയാണ് എന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 5 ആണ്. അവിടെ നമ്മൾ 6ാം ക്ലാസ്സിൽ തന്നെയാണ്. അവിടെ നമ്മൾ ഭൂമി, കഥയും കാര്യവും, അതായത് ഭൂമിയുടെ ആ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു ഘടന എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇനി നെക്സ്റ്റ് അതേ 6ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 6 ആണ്, വൈവിധ്യങ്ങളുടെ ലോകം. ഇവിടെയും നമ്മൾ എന്താണ് വേൾഡ് ജോഗ്രഫി റിലേറ്റ് ചെയ്താണ് നമ്മളവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 6ാം ക്ലാസ്സിലെ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 5ാം ക്ലാസ്സിൽ ഒന്നേ ഉള്ളൂ, 5ാമത്തെ ചാപ്റ്റർ വരയ്ക്കാം വായിക്കാം. ഇനി നെക്സ്റ്റ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3, 3ാമത്തെ ചാപ്റ്റർ കേരളം മണ്ണും മഴയും, അതുപോലെ തന്നെ ചാപ്റ്റർ 5 ഭൂമി കഥയും കാര്യവും, അതുപോലെ തന്നെ ചാപ്റ്റർ 6 വൈവിധ്യങ്ങളുടെ ലോകം. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാം ക്ലാസ്സിലെയാണ്
ചാപ്റ്റർ 5 തൊട്ടേ നമ്മൾ പഠിച്ചു തുടങ്ങും. നമ്മുടെ ഭൂമി, നമ്മുടെ ഭൂമി, അത് കറക്റ്റായിട്ട് ഓർക്കണം. ഭൂമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭൂഖണ്ഡം. ഇത് ഇന്ത്യൻ ജോഗ്രഫിയെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് 9ാമത്തെ ചാപ്റ്റർ ആണ് ഭൂമിയെ അറിയാൻ. ഭൂമിയെ അറിയാൻ എന്ന് പറയുമ്പോൾ അവിടെ ഭൂപടങ്ങൾ, അതുപോലെ തന്നെ ഭൂപടങ്ങൾ എങ്ങനെ റീഡ് ചെയ്യണം, അതുപോലെ തന്നെ ആധുനികപരമായിട്ട് അല്ലെങ്കിൽ ഭൂമിയെ പഠിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ എത്രയാണ് ചാപ്റ്റർ? 5ാമത്തെ ചാപ്റ്റർ പഠിക്കാം, 6ാമത്തെ ചാപ്റ്റർ പഠിക്കാം, അതുപോലെ തന്നെ 9 ചാപ്റ്ററുകളാണ് നമുക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് 8ാമത്തെ ക്ലാസ് ആണ് 8, സ്റ്റാൻഡേർഡ് 8. 8ാം ക്ലാസ്സിലെ SCRT നോക്കുമ്പോൾ ചാപ്റ്റർ 3 പഠിക്കണം. അവിടെ നമ്മൾ ഭൗമരഹസ്യങ്ങൾ തേടി. നമ്മൾ 5ൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി 6, 7, 8, 9 ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഡെപ്തിലേക്ക് ആ ഒരു ചാപ്റ്റേഴ്സ് പോവുകയാണ്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഇത് കിട്ടും. അപ്പം 5 പഠിക്കണം എന്ന് പറയുമ്പോൾ 5 തൊട്ട് പഠിക്കണം എന്ന് പറയുമ്പോൾ ബേസ് കിട്ടാനാണ് 5, 6, 7 ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിലേക്കൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ആ ഒരു കണ്ടന്റ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ചാപ്റ്റർ 3 ആണ്, അവിടെ ഭൗമരഹസ്യങ്ങൾ തേടി. അപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ ഭൂമിയുടെ അടിസ്ഥാന ഘടകങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ 6, ഭൂപടങ്ങൾ വായിക്കാം. ഇവിടെയും ഭൂപടങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ചാപ്റ്റർ 10. ചാപ്റ്റർ 10 വരുമ്പോൾ ഭൂമിയുടെ പുതപ്പ്. ഇവിടെ നമ്മൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പഠിക്കുന്നത്. ഭൂമിയുടെ കാലാവസ്ഥ അതൊക്കെയാണ് നമ്മളവിടെ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 12 ആണ്. അവിടെ ഭൂമിയിലെ ജലമാണ്. സമുദ്രങ്ങളെ റിലേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ജലലഭ്യതയെ റിലേറ്റ് ചെയ്തൊക്കെയാണ് നമ്മളവിടെ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ക്ലാസ് 9ാം ക്ലാസ് ആണ്. 9ാം ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1 തൊട്ട് നമ്മൾ നോക്കണം. ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന പോർഷനാണ്. അതിനുശേഷം ചാപ്റ്റർ 2 ആണ് നോക്കുന്നത്. അവിടെ വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 3 ആണ്. അവിടെ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, അതായത് പീഠഭൂമികളെ പറ്റിയാണ് അവിടെ മെയിൻ ആയിട്ട് അവിടെ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 7 ആണ്. 7ാമത്തെ ചാപ്റ്ററിൽ മണലാരണ്യത്തിലൂടെ, അതായത് നമുക്ക് അറിയാം മണലാരണ്യത്തിലൂടെ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, മരുഭൂമികളെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലെ. ഇനി കാലാവസ്ഥയെ പറ്റിയൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 8 ആണ്. അവിടെയും എന്താണ്, തീരങ്ങളിലൂടെ, സമുദ്രങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ആയാലും വേൾഡിലെ ആയാലും തീരങ്ങൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മളവിടെ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാം ക്ലാസ് ആണ്. 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 തൊട്ട് പഠിക്കുക. അവിടെ നമ്മൾ എന്താണ്, ഋതുഭേദങ്ങളും സമയവും, അതായത് ഇന്ത്യയുടെ കാലാവസ്ഥ, ഇതാണ് നമ്മളവിടെ പഠിക്കുന്നത്. അതുപോലെ തന്നെ ചാപ്റ്റർ 2 ഇന്ത്യയിലെ ആയാലും വേൾഡിലെ ആയാലും കാലാവസ്ഥ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതടക്കം നമ്മൾ പഠിക്കും. നെക്സ്റ്റ് ചാപ്റ്റർ 2 കാറ്റിന്റെ ഉറവിടം തേടി. ഇവിടെ നമ്മൾ കാലാവസ്ഥ, കാറ്റ്, ഇതൊക്കെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ 4 ആണ്. ഇവിടെ ഭൂതല വിശകലനം. ഇവിടെയും നമ്മൾ എന്താണ്, മാപ്പ് റീഡിങ്, ഭൂപടങ്ങളിലൂടെ തന്നെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 6 ആണ്. ഇവിടെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനം. ഇവിടെ നമ്മൾ വിദൂര സാങ്കേതിക വിദ്യയെ റിലേറ്റ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. വിദൂര സാങ്കേതിക വിദ്യ റിലേറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളവിടെ പഠിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ചാപ്റ്റർ 8 ആണ്. അവിടെ ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇവിടെ നമുക്ക് എന്താണ്, ഇന്ത്യയുടെ സാമ്പത്തികപരമായിട്ടുള്ള ഭൂമിശാസ്ത്രം, വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ധാതു വിഭവങ്ങൾ, അതിന്റെ വിതരണം, ഇതൊക്കെ നമ്മൾ എന്താണ്, സാമ്പത്തികമായിട്ടുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം എന്തൊക്കെ എന്ന് നമ്മളിവിടെ റിലേറ്റ് ചെയ്ത് പഠിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ SCRT ടെക്സ്റ്റുകൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ടെക്സ്റ്റുകൾ മാറി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 5ഉം അതുപോലെ തന്നെ ആ ഒരു അക്കാഡമിക് ഇയറിൽ 5ഉം 7ഉം 9ഉം മാറി. ഇനി നെക്സ്റ്റ് മാറുന്നത് 6ഉം 8ഉം 10ഉം ടെക്സ്റ്റുകളാണ് മാറുന്നത്. അപ്പോൾ നമുക്കറിയാം മാറ്റം ഉൾക്കൊണ്ട് തന്നെ പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ ക്ലാസ്സുകൾ പോകുന്നത്. SCRT ടെക്സ്റ്റ് ആയാലും പുതിയ ക്ലാസ്സുകളും അതുപോലെ തന്നെ പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ മറക്കരുത്. പുതിയ കോംബോ ബാച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്